ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭക്ഷണത്തേക്കാൾ ഉപരിയായി അപരനെ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമുക്ക് ഉപവസിക്കാം. ഒരുപക്ഷെ ഈ നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ചിന്തയും ഇതുതന്നെയായിരിക്കും. പരിശുദ്ധ പിതാവ് മാർ ലയോ 14 മാർപ്പാപ്പ തന്നെ ഏൽപ്പിച്ചിരുന്ന അജഗണങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മീയ ഉപദേശമാണിത്. ലോകസൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും ഇന്നും മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒന്നാണ് അവൻ്റെ നാവ് അഥവാ അവൻ്റെ വാക്ക്. വളരെ പണ്ടുതന്നെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നാവിനെ നിയന്ത്രിക്കാൻ മനോഹരമായ ഒരു ചിന്തയും വിശുദ്ധ ഗ്രന്ഥം നമ്മളുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതെ, മനുഷ്യൻ്റെ ചിന്തകളുടെ പ്രതിഫലനമാണ് അവൻ്റെ വാക്കുകൾ. നമ്മുടെ ഓരോ വാക്കും അപരനെ ഉണർത്താനും തളർത്താനും കഴിവുള്ളതാണ്. സംസാരത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ശക്തമാകും, കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം വളരും. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ എന്ന്. ഈ നോയമ്പ് കാലത്ത് ഹൃദയ നൈർമല്യത്തിൽ ജീവിച്ച് നാവിനെ നിയന്ത്രണ വിധേയമാക്കി സംസാരത്തിൽ ആത്മനിയന്ത്രണം പാലിച്ച് ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിച്ച് ഈ നോയമ്പ് കാലത്തിലൂടെ പ്രാർത്ഥനാപൂർവം നമുക്ക് യാത്ര ചെയ്യാം.